എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന വാഹനം മഹീന്ദ്ര ബൊലേറോ ആണ്. മഹീന്ദ്ര ബൊലേറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഓഫ് റോഡുകളിലും ഗ്രാമീണ മേഖലകളിലും എല്ലായിടത്തും ഒരുപോലെ കരുത്ത് തെളിയിച്ച ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ ബൊലേറോ എന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വാഹനമാണിത്. ഏതൊക്കെ മേഖലകളിലാണ് ഈ വാഹനം കൈവയ്ക്കാത്തത് എന്നുള്ള ഒറ്റ സംശയം മാത്രമേ ജനങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഓഫ് റോഡിൽ കണ്ടിട്ടുണ്ട്, ഫാമിലി യൂസിൽ കണ്ടിട്ടുണ്ട്, ബിസിനസ് പർപ്പസിൽ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ കരുത്ത് തെളിയിക്കാൻ പറ്റിയോ അവിടെയൊക്കെ വിജയിച്ചിട്ടുള്ള ഒരു വാഹനമാണ് മഹീന്ദ്ര. ഇത് മഹീന്ദ്രയുടെ 7 സീറ്റ് ഗണത്തിൽ വരുന്ന 2.5 എഞ്ചിൻ ഡീസൽ 2011 മോഡല് മഹീന്ദ്രയുടെ DI എഞ്ചിൻ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഈ വാഹനം വെറും 1,22,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണിത്. ഇത് FLX വേരിയന്റിലാണ് വരുന്നത്. അതായത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക് എല്ലാം വരുന്ന ഒരു വാഹനമാണിത്. ഇത് കസ്റ്റമർ കോൺട്രാക്ടർ യൂസിനോ അങ്ങനെ ഒന്നും ഓടിയ ഒരു വാഹനമല്ല. ഇത് തികച്ചും ഫാമിലി ഉപയോഗത്തിന് മാത്രമുള്ള ഒരു വാഹനമായിരുന്നു. ഇതിന് കസ്റ്റമർ വളരെ തികഞ്ഞ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു കർഷകൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് ഈ വണ്ടി ഓഫ് റോഡൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടുപയോഗങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഈ 1,22,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. ഈ വാഹനം വന്ന് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാഹനം വന്ന് പരിശോധിക്കാനുള്ള അവസരമുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ഈ കിലോമീറ്റർ ജെനുവിൻ ആണെന്നുള്ളത്. തീർച്ചയായും ഈ വാഹനം കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വാഹനത്തിൽ 2011 മഹീന്ദ്ര എന്ന് പറയുമ്പോൾ മഹീന്ദ്ര ഉപയോഗിച്ചിട്ടുള്ളവരോ അല്ലെ വാഹന ലോകവുമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഒരു വർഷം മനസ്സിലാവും. മഹീന്ദ്രയുടെ ബോഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഉള്ള ഒരു നാട്ടിലുള്ള ഒരു അപവാദം തുരുമ്പ് എന്ന് പറയുന്നതാണ്. തുരുമ്പ് പാച്ച് വർക്കുകൾ ആദ്യമേ ആളുകൾ വിളിച്ചാൽ ആദ്യമേ അറിയാവുന്ന ആളുകൾ ചോദിക്കുന്നത് പാച്ച് വർക്ക് ഉണ്ടോ, തുരുമ്പിന്റെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഈ വാഹനത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഈ വാഹനം ഒരു 90% ആളുകൾക്ക് വന്ന് ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, തികഞ്ഞ ഒരു കർഷകൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു പർപ്പസ് ഈ വാഹനം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വാഹനത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വലിയ തുരുമ്പിന്റെ പ്രശ്നങ്ങളില്ല. ഒരു 90% എനിക്ക് പറയാം. 100% എനിക്ക് 2011 മോഡലുള്ള ഈ വാഹനത്തിൽ 100% എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. പക്ഷേ 90% ഈ വാഹനത്തിൽ തുരുമ്പിൻ്റെതായ പ്രശ്നങ്ങളില്ല, ആക്സിഡന്റുകളില്ല, ഫ്ലഡ് എഫക്റ്റുകളില്ല, അങ്ങനെയുള്ള മറ്റുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണിത്. ഒരു കസ്റ്റമർക്ക് ഇനിയും എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു 4-5 വർഷം അടുത്ത ഒരു രണ്ടാമത്തെ ഓണർക്ക് വേണമെങ്കിൽ കയ്യിൽ വെക്കാനുള്ള മെക്കാനിക്കലെയും ബോഡി ഭാഗം കണ്ടീഷനുള്ള ഒരു വാഹനമാണിത്. എന്നെ വീഡിയോ കണ്ട് വിളിക്കുന്ന പല കസ്റ്റമേഴ്സും എന്നോട് പൊതുവെ ചോദിക്കുന്നത് വാഹനത്തിന്റെ കാലാവധി എന്ന് വരെ ഉണ്ടെന്നുള്ളതാണ് പൊതുവെ ചോദിക്കുന്നത്. അതിപ്പോൾ 4 വർഷം പഴക്കമുള്ളതാണെങ്കിലും ആളുകൾ വിളിക്കും. 4 വർഷത്തിന്റെ റീടെസ്റ്റിന് മാത്രം കാലാവധി ഉള്ള വണ്ടിയാണെങ്കിലും ആളുകൾ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് ഇനി 4 വർഷം എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് എന്തോ വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും കസ്റ്റമേഴ്സ് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ വാഹനം ആദ്യമായിട്ടൊക്കെ മേടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ റീടെസ്റ്റ് ഒന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം 15 വർഷം കഴിഞ്ഞ വാഹനത്തിന് നിലവിൽ സർക്കാർ എല്ലാവിധ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ആ വണ്ടി കണ്ടീഷൻ ആണെങ്കിൽ അതിന്റെ മെക്കാനിക്കൽ ഭാഗം, വണ്ടിയുടെ മറ്റുള്ള ബോഡി ഭാഗങ്ങൾ, കാര്യങ്ങൾ എല്ലാം റോഡിൽ ഓടുന്ന രീതിയിൽ വളരെ സുരക്ഷാപരമായ രീതിയിൽ കണ്ടീഷൻ ആണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പത്രങ്ങളിൽ കൂടെ ഒക്കെ നമുക്ക് അറിവുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ വളരെ വ്യാപകമായ രീതികളിൽ പല വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആധികാരികമായ വാർത്തകൾ മാത്രം ശ്രദ്ധിക്കുക എന്നേ പറയുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ കാലാവധി ഞാൻ പറയുകയാണെങ്കിൽ ഇത് 2011 9 മാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വാഹനത്തിന് 2026 9 മാസം വരെ ഈ മഹീന്ദ്ര ബൊലേറോ വാഹനത്തിന് രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട്. ഈ വാഹനം ഇപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസിൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ പലപ്പോഴും എന്നെ വിളിക്കുന്ന നിങ്ങളെ ആളുകൾ കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ഭാഗങ്ങളിലുള്ളവരുണ്ട്. ഞാൻ എൻ്റെ സ്ഥലം പറയുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതി പറയുന്നുണ്ട്. അത് ചിലപ്പോൾ പറയാൻ വിട്ടുപോകുന്നതാണ് വീഡിയോയിൽ പറഞ്ഞു വരുമ്പോൾ. കാരണം ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും എഴുതി തയ്യാറാക്കിയിട്ടല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഓൺ ദ സ്പോട്ടിൽ വായിൽ വരുന്നത് ഞാൻ പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ എലഞ്ഞി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിനടുത്തുള്ള പ്രദേശം, ഇതിന് നിയർ സൈഡിലെ ടൗൺ വരുന്നത് കോട്ടയമാണ്. കോട്ടയം എലഞ്ഞിയിലിട്ട് 35 കിലോമീറ്റർ ഉള്ളൂ. എറണാകുളം വൈറ്റിലയിൽ നിന്ന് 35 കിലോമീറ്റർ ഉള്ളൂ. മൂവാറ്റുപുഴയിൽ നിന്ന് 35 കിലോമീറ്ററേ ഉള്ളൂ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പറയുകയാണെങ്കിൽ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് ഇതിന്റെ നിയറസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വരുന്ന പ്രദേശം. തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് റെയിൽ മാർഗം വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് പിറവം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ. എല്ലായിടത്തും വാഹന ഗതാഗത സൗകര്യമുള്ള പ്രദേശമാണിത്. നല്ല നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ നിന്നും വരും. നിങ്ങൾ മൂന്നാറിലുള്ളവർക്കും നല്ലൊരു മഹീന്ദ്ര ബൊലേറോ വാഹനം വേണമെന്ന് ആഗ്രഹിച്ച് നല്ലൊരു വാഹനം നോക്കി നടക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു വാഹനം വന്ന് കണ്ടു നോക്കാവുന്നതാണ്. 2011 സിംഗിൾ ഓണർഷിപ്പിലുള്ള 1,22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ബൊലേറോ
DI എഞ്ചിൻ സിംഗിൾ ഓണർഷിപ്പ് SLX ഓപ്ഷനിലുള്ള ഈ വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് ഈ വീഡിയോയിൽ ചേർത്തുള്ള എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ അവൈലബിൾ ആണ്, അതിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ദയവായിട്ട് ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ട്. ടൈം പാസിന് ഇരിക്കുന്ന ആളുകൾ എൻ്റെ മൊബൈൽ നമ്പർ കണ്ടില്ല എന്ന് നടിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഈ ചാനൽ എത്തിക്കുന്ന കാര്യത്തിൽ ഒന്ന് പരിഗണിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം.